ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മുടെ മുഖ്യ സൈന്യാധിപൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് ഔദ്യോഗികമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇന്നലെ നമ്മുടെ വ്യോമസേന മേധാവി നേരിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ വ്യോമസേന എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ നേട്ടങ്ങൾ നമുക്കുണ്ടായി, ശത്രുവിന് എത്രത്തോളം പ്രഹരമേൽപ്പിക്കാൻ സാധിച്ചു, എത്രത്തോളം മാരകമായ പരിക്കുകൾ ഉണ്ടാക്കാൻ സാധിച്ചു, കൃത്യമായി നമ്മൾ ഉന്നമിട്ട ലക്ഷ്യങ്ങളെല്ലാം നമുക്ക് നേടാൻ സാധിച്ചോ, ഇതൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. ഏതാണ്ട് അരമണിക്കൂർ നീണ്ടു നിന്നു. എന്തൊക്കെയാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്? സാധാരണയിൽ കവിഞ്ഞ ഒരു ബ്രീഫായിരുന്നു ശ്രീ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിൻ്റെ. നമ്മൾ അശ്വമുഖത്തിൽ നിന്ന് കേൾക്കുന്ന എന്ന് പറയുന്ന മാതിരി ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണെന്ന് നടന്നതിൽ അപ്പം വിദേശകാര്യ വക്താവ് പറയുന്നുണ്ടായിരുന്നു, ഡിഫൻസ് വക്താവ് പറയുന്നുണ്ടായിരുന്നു, കുറേ ആൾക്കാരൊക്കെ ഇതിനെ പറ്റിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവസാനമായിട്ടും ഏറ്റവും ആധികാരികമായിട്ടും പറഞ്ഞത് എയർ ചീഫ് മാർഷലാണ്. ഇതിനപ്പുറം ഇനിയൊന്നും ആർക്കും വിശദീകരിക്കാനില്ല. കാര്യം 4 മാസം കഴിഞ്ഞിട്ട് വളരെ ചർച്ചകൾക്ക് ശേഷം, വളരെ കൂടിയാലോചനകൾക്ക് ശേഷം വളരെ വ്യക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് രാഹുൽ ഗാന്ധിക്ക് ഇതുകൊണ്ട് സംശയം തീരുമോ? അത് നമ്മൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ലെവലിലോട്ട് എത്താറായിട്ടില്ല. ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ബാലനാണ്, ബാലകബുദ്ധിയാണ്. പട്ടായയിലൊക്കെ പോയി റെഡിയായിട്ട് വരട്ടെ, അതൊക്കെ നടക്കത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒന്നും അദ്ദേഹത്തിന് ഇല്ല. അത് പാരമ്പര്യമായിട്ട് തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയും ഡിഫൻസിനെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുമൊക്കെ ഒരുപാട് മോശപ്പെട്ട സംസാരങ്ങളുണ്ടായിരുന്നു. പക്വതയില്ലാത്ത, വിവരമില്ലാത്ത രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു. ദേശസ്നേഹത്തിൽ നിന്ന് വരുന്നതും ദേശസേവനത്തിൽ നിന്ന് വരുന്നതും ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. ഞാൻ രാഷ്ട്രീയമായിട്ട് പറയില്ല, കോൺഗ്രസിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചിട്ട് പറയാണ്. ഇതൊന്നും ആ ഒരു സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനം തന്നെ രാജിവെച്ചിട്ട് വന്നത്. കോൺഗ്രസ് പ്രസിഡന്റ്, AICC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ട് വന്നത്. അതും നമ്മുടെ എയർ ചീഫ് മാർഷൽ പറഞ്ഞതുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എയർ ചീഫ് മാർഷൽ പറഞ്ഞത് വളരെ രാജ്യസ്നേഹത്തോടെയും ഒരു മിലിറ്ററി ചീഫിൻ്റെ ഏറ്റവും പക്വതയോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ലക്ഷ്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് 2 കാര്യങ്ങൾ പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ഓപ്പറേഷൻ ക്രെഡിറ്റിൻ്റെ മൊത്തം ക്രെഡിറ്റും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണെന്ന് പറഞ്ഞു, രാഷ്ട്രീയ നേതൃത്വത്തിന്. കാര്യം ഡിഫൻസ് സർവീസസിന് 3നും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായിട്ടുള്ള ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം, ഓപ്പറേഷൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം കടിഞ്ഞാൻ വിട്ടുകൊടുത്തു. സാധാരണ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല. ഇന്ത്യ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ മിലിറ്ററി ഓപ്പറേഷനും മിലിറ്ററിയുടെ മാത്രമല്ല, അത് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. നമ്മുടെ ഓരോ പ്ലാനിങ്ങും യുദ്ധം ചെയ്യലും പിന്നോട്ട് വരലും എല്ലാം ഗവൺമെൻറ്റിൻ്റെ എല്ലാം പിന്നോക്കം. ഇപ്പോൾ നമ്മൾ തന്നെ പാകിസ്ഥാനിൽ പിടിച്ച 97,000-ഓളം സൈനികരെ നമ്മൾ വിട്ടുകൊടുത്തു. ഇതൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിനകത്തൊക്കെ നമുക്ക് മിലിറ്ററിക്കകത്ത് ഒരുപാട് പേർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. അതെ, പക്ഷെ അതൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളും അവരുടെ നേട്ടങ്ങളും, അതായത് അധ്വാനിക്കാൻ മിലിറ്ററിയും നേട്ടം കൊയ്യാൻ രാഷ്ട്രീയം എന്നുള്ളതായിരുന്നു. ഇവിടെ നേരെ തിരിച്ചായിരുന്നു, നിങ്ങൾ എന്ത് വേണമെന്നും ചെയ്തോളൂ, ഞങ്ങൾ പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകാമെന്നാണ് പറഞ്ഞത്. ഒരു ബാറും ഇല്ലാതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, ഒരു തടസ്സവും ഇല്ല. അപ്പോൾ അദ്ദേഹം സംസാരിച്ചതിൽ ആദ്യം അദ്ദേഹം ക്രെഡിറ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു യുദ്ധം, അദ്ദേഹം യുദ്ധം എന്ന് തന്നെ പറഞ്ഞു. ഇതുവരെ നമ്മൾ കൺഫ്ലിക്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം വാർ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ആ വാർ എന്നുള്ള വാക്ക് ഭയങ്കര ട്വിസ്റ്റ് ആണല്ലോ. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ വാർ എന്നുള്ള വാക്ക്, അത് ഇത്രയും പ്രധാനപ്പെട്ട അദ്ദേഹം വാർ എന്ന് പറയുമ്പോൾ വാർ തന്നെയാണ്. ഞാൻ വേറെ മറിച്ച് പറയാനൊന്നുമില്ല. പിന്നെ വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് എയർ മാർഷൽ തിവാരി ചില കാര്യങ്ങൾ പറയുണ്ടായി. ഔദ്യോഗികമായിട്ട് തന്നെയാണ് കാര്യം പറഞ്ഞത്. അതിനേക്കാളും കുറച്ചുകൂടെ വ്യക്തത വരുത്തിയിട്ട് വേറെ ഒരു സ്വരവും വരാത്ത രീതിയിൽ തന്നെ ഞങ്ങളുടെ ഈ യുദ്ധം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യുദ്ധത്തിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കണ്ണിൽ ഒറ്റ ടാർഗറ്റേ ഉണ്ടായിരുന്നു,
അത് പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രമോ പാകിസ്ഥാനിലെ ജനതയോ പാകിസ്ഥാനിലെ മിലിറ്ററിയോ അല്ലായിരുന്നു. പാകിസ്ഥാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന, അവർക്ക് താവളം കൊടുത്തിരിക്കുന്ന ഭീകരർ മാത്രമാണ് ഞങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്നത്. ആ ഭീകരരെ എങ്ങനെ തകർക്കണമെന്നും അവരുടെ ബഹാവൽപൂരിലെ ഹെഡ്ക്വാർട്ടേഴ്സ് എങ്ങനെ തകർക്കണമെന്നും എല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഷാർപ്പായിട്ടുള്ള, അതായത് വളരെ വ്യാപകമായിട്ടുള്ള പ്ലാനിങ്ങും ഷാർപ്പായിട്ടുള്ള ആക്ഷനുമായിരുന്നു അങ്ങനെ ഒരു സ്ട്രൈക്കിലോട്ട് നമ്മൾ പോയത്. ഇന്ത്യയുടെ ഉദ്ദേശം ആ ഒരു സ്ട്രൈക്കോടെ യുദ്ധം നിർത്തുക എന്നുള്ളതായിരുന്നു. കാര്യം ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിച്ചുള്ളൂ. അവിടുത്തെ സൈന്യത്തെയോ പൗരന്മാരെയോ സൈനിക എസ്റ്റാബ്ലിഷ്മെന്റുകളെയോ ഒന്നും നമ്മൾ ആക്രമിച്ചിട്ടില്ല. അങ്ങനെ ആർക്കും ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ. അതും കഴിഞ്ഞ തവണ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞായിരുന്നു, ഞങ്ങൾ വെളുപ്പാങ്കാലം 1:30 മണി 1-1:30 സമയം തീരുമാനിച്ചത്. ഏതാണ്ട് 23 മിനിറ്റാണ് നീണ്ടത്. 23 മിനിറ്റ് ഞങ്ങൾ എടുത്തത് 1-1:30 എടുത്ത സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് കാഷ്വാലിറ്റി, സിവിലിയൻ കാഷ്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. മിലിറ്ററി അല്ല, സിവിലിയൻ കാഷ്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ആ ഒരു സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സൈന്യത്തിന് പാകിസ്ഥാനിലെ ജനതയോട്, സാധാരണ സിവിലിയനോട് നമുക്കുണ്ടാകുന്ന അനുകമ്പ എന്താണെന്നും നമ്മുടെ എമ്പതി എന്താണെന്നും അവരോട് നമുക്ക് എന്ത് സഹതാപത്തോടെയാണ് നമ്മൾ പെരുമാറിയതെന്നും നമുക്കതിൽ നിന്ന് അതൊരു ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അത് കഴിഞ്ഞിട്ടാണ് എയർ ചീഫ് പറഞ്ഞത്, ഞങ്ങൾ ആ ഒരു 22 മിനിറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിൻവാങ്ങി. ഞങ്ങൾ പിന്നീട് പ്രകോപനം ഉണ്ടാക്കി പറഞ്ഞാൽ 9 കേന്ദ്രങ്ങൾ തകർത്തിട്ട് ഞങ്ങൾ പിൻവാങ്ങി. ഞങ്ങൾക്ക് യാതൊരു പ്രകോപനവും ഞങ്ങൾ സൃഷ്ടിക്കാൻ, ഒരു മിലിറ്ററി പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ അവർ തിരിച്ചടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അവർ ചെയ്ത ഒരു രീതി, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നല്ല എൻ്റെ വാക്കുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ, അവർ ചെയ്ത ഒരു രീതി ഇസ്രായേലിൽ പാകിസ്ഥാൻ ചെയ്ത രീതിയിൽ അവർ 5000-ഓളം റോക്കറ്റുകളാണ് പാലസ്തീൻകാർ ഇസ്രായേലിന് മുകളിൽ വർഷിച്ചത്. അതേപോലെ ഏറ്റവും കൂടുതൽ ഡ്രോണുകളും റോക്കറ്റുകളും അയച്ച് ഇന്ത്യയുടെ സുദർശന ചക്രമായ S-400 തകർക്കുക, സാച്ചുറേറ്റ് ചെയ്യിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഒബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ അത് തകർന്നു പോകും. ആ ഒരു മെത്തേഡ് തന്നെയാണ്, അങ്ങനെ ഒരു ഭീകരാക്രമണം തന്നെയാണ് അവിടുത്തെ സൈന്യം നമുക്കെതിരായിട്ട് നടത്തിയത്. ഒരു ഭീകരാക്രമണം ആയിട്ട് വേണം നമുക്ക് അതിനെ കണക്കാക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ റഡാറുകൾ സ്തംഭിപ്പിക്കുക, നമ്മുടെ മൊത്തം സിസ്റ്റം എസ്റ്റാബ്ലിഷ്മെന്റ് കംപ്ലീറ്റ് തകർക്കുക എന്നുള്ള രീതിക്കാണ് അവർ ആദ്യം ആളില്ല വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ. കാര്യം ഇതിനിടയ്ക്ക് തന്നെ അവർ തുർക്കിയിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള അവരുടെ സ്ട്രാറ്റജി അതായിരുന്നു, അതെല്ലാം അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ ഇസ്രായേലിൽ നടത്തി ഇപ്പം 3-ാമത്തെ വർഷമായിട്ട് ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ അത് 3 ദിവസം കൊണ്ട് നമ്മൾ തീർത്തു എന്നാണ് പറയുന്നത്. അവർ 3 വർഷമായിട്ട് അവർ നടത്തുന്ന യുദ്ധം നമ്മൾ 3 ദിവസം കൊണ്ട് തീർത്തു. നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ ടാർഗറ്റ് എന്താണ്, നമ്മുടെ ടൈം എന്താണ്, ഇതെല്ലാം വളരെ ഷാർപ്പായിരുന്നു. ഇതിനകത്ത് യാതൊരു വ്യത്യാസവും നമ്മൾ വരുത്തിയിട്ടില്ല. പക്ഷേ അവർ തിരിച്ചടിച്ചപ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ പോയതിനു ശേഷം നമ്മൾ റഡാർ സ്റ്റേഷനുകൾ ആക്രമിച്ചു, എയർ ബേസുകൾ ആക്രമിച്ചു, എയർ ഫീൽഡ് ആക്രമിച്ചു, എയർ ഹാങ്ങർ ആക്രമിച്ചു. അവർക്ക് നമുക്ക് വരുത്താൻ പറ്റുന്ന നാശനഷ്ടങ്ങൾ മുഴുവൻ നമ്മൾ വരുത്തി. നത്തിങ് ഹോൾഡിങ്, ഒന്നുമില്ലാതെ. നമ്മൾ പാകിസ്ഥാന് കുറച്ച് വിമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്ര എണ്ണം? അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 യുദ്ധവിമാനങ്ങൾ, ജെറ്റുകൾ, പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ തകർത്തു എന്ന് തന്നെയാണ് പറയുന്നത്. അത് എയർ ചീഫ് മാർഷൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് ആരെയും കൊണ്ട് വെളിയിൽ കാണിക്കാൻ പോകുന്നില്ല. വേണമെന്നുള്ളവർക്ക് പുള്ളിക്കാരൻ ചെന്നാൽ ചിലപ്പോൾ കാണിച്ചു കൊടുക്കുമായിരിക്കും. നമ്മുടെ പപ്പുവിനെ പോലുള്ളവർക്ക് ചെന്നാൽ ചിലപ്പോൾ കാണിച്ചു കൊടുക്കും ഇതൊക്കെയാണ് വിമാനങ്ങളെന്ന്. അല്ലാതെ ഇത് പബ്ലിക് എടുത്ത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു വലിയ വിമാനവും ഞങ്ങൾ വെടിവെച്ചിട്ടു. അത് അവാക്സ് ഫിറ്റ് ചെയ്യുന്ന ഒരു വലിയ വിമാനമാണ്. നമ്മുടെ ബോയിങ് മാതിരിയുള്ള ഒരു വലിയ വിമാനമാണ്. അതിനകത്ത് ഈ സൈനികാവശ്യത്തിന് വേണ്ടി ലോജിസ്റ്റിക്സിന് ഇല്ല, അത് റെക്കഗ്നൈസൻസിന് വേണ്ടിയിട്ട്, അത് എയർലി വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഫീൽഡിലുള്ള വിമാനങ്ങൾക്ക് മുഴുവൻ ആവശ്യത്തിനുള്ള വാർണിങ്ങുകളും ഇൻഫർമേഷൻസും കൊടുക്കുക എന്നുള്ള ഒരു കൺട്രോളിങ് കമാൻഡ് അതിനകത്താണ് ഉള്ളത്. ഈ എയറിലുണ്ടാകുന്ന വിമാനത്തിലായിരുന്നു അതിൻ്റെ കൺട്രോൾ ആൻഡ് കമാൻഡ്. ആ വിമാനവും ഞങ്ങൾ വീഴ്ത്തി. അത് 2 എണ്ണം പറയുന്നത്, ഒന്നി അവാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എലിൻ്റ് ആയിരിക്കാം. പിന്നെ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ 300 കിലോമീറ്റർ റേഞ്ചിലാണ് നമ്മൾ ഫയർ ചെയ്തത്. അത് എയർ ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡാണ്. 300 കിലോമീറ്റർ റേഞ്ചിൽ നമ്മൾ ഫയർ ചെയ്തു എന്ന് മാത്രമല്ല, അവർക്ക് അവരുടെ ബേസിനകത്ത് തന്നെയുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധത്തിലെ യഥാർത്ഥ ഹീറോ നമ്മുടെ സുദർശന ചക്രമാണെന്നാണ് പറയുന്നത്.
അതായത് നമ്മൾ S-400 കൊണ്ട് അവരുടെ എയർബേസ്, അവരുടെ സ്വന്തം വ്യോമ സ്പേസിനകത്ത് പോലും അവരുടെ വിമാനങ്ങൾക്ക്, ഫൈറ്ററുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രഹരമാണ് നമ്മൾ കൊടുത്തത്. കാര്യം നമ്മുടെ S-400 അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ വിന്യസിച്ചത് കൊണ്ടായിരിക്കാം അവർക്ക് തന്നെ അവരുടെ വിമാനം ഏത്, ശത്രു വിമാനം ഏതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ അവരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ S-400 ഉപയോഗിച്ചു. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് S-400 ഈ യുദ്ധത്തിലെ ഗെയിം ചേഞ്ചർ എന്നാണ് പറഞ്ഞത്. പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് S-400 ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഫുൾ ക്രെഡിറ്റും കൊടുക്കുന്നത് ഒന്ന് പൊളിറ്റിക്കൽ നേതൃത്വത്തിനും, രണ്ട് S-400. സൈനികർ അവരെ ജോലി ചെയ്തു, അത് അവരുടെ ജോലിയാണ്. അതിനകത്ത് അവർക്ക് സൈന്യത്തിന് പ്രത്യേകിച്ച് ക്രെഡിറ്റ് എടുക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമില്ല, സൈനികർക്കും താല്പര്യമില്ല. അത് അവരുടെ ജോലി അവർ ചെയ്തു. പക്ഷേ ഈ രണ്ട് സാധനങ്ങൾ, പൊളിറ്റിക്കലി നമുക്ക് കിട്ടിയ ഒരു സപ്പോർട്ടും നമുക്ക് ആയുധശേഖരത്തിൽ നമ്മൾ നടത്തിയ ആ മുന്നേറ്റവും, നമുക്കത് എപ്പോഴും വളരെ നേട്ടം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.